എലിക്കുളം നവഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 40ാം വാർഷികവും പബ്ലിക് ലൈബ്രറിയുടെ 15ാം വാർഷികവും സംയുക്തമായി ആഘോഷിച്ചു. മാനസികാപ്പൻ MLA സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലഹരി വ്യാപനം വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കുട്ടികളെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ, അതോടൊപ്പം അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാപരവും കായികപരവുമായ വാസനകളെ തട്ടി ഉണർത്തി വളർത്തിയെടുക്കുവാൻ ഇത്തരം ക്ലബ്ബുകൾ തീർച്ചയായും സഹായിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. ഇവർക്കിവിടെ വോളിബോൾ കളിക്കാനോ ഷട്ടിൽ കളിക്കാനോ ഒക്കെ ഉള്ളൊരു സൗകര്യം കൂടി സ്ഥിരമായി ഉണ്ടാക്കി കൊടുക്കാനും കൂടി കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരിക്കും എന്ന് ഞാൻ പറയുന്നു. കാരണം ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച ഞാൻ സ്പോർട്സ് രംഗത്തേക്ക് കടന്നു വന്ന് അന്ന് പാലായിലൊരു ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ രംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ചത്. പിന്നീട് രാജ്യത്തിനകത്തും പുറത്തുമൊക്കെ പോയി ഒരുപാട് ടൂർണമെൻറ്റുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നു. അങ്ങനെ ഈ നാട്ടിലും കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെ നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരികയും ഈ രാജ്യത്തിൻ്റെ യശസ് രാജ്യാന്തരങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന കരുത്തുറ്റ പ്രതിഭകളാക്കി വളർത്തിയെടുക്കുവാൻ ഇത്തരം ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം, കലാസന്ധ്യ, സാംസ്കാരിക സമ്മേളനം, ആദരിക്കൽ ചടങ്ങുകൾ, കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവയും നടത്തി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജോബി ജേക്കബ് പുളിയങ്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ്, ക്ലബിന്റെ സ്ഥാപക നേതാവ് തോമസ് കുന്നപ്പള്ളിയെയും ആദ്യ ഭരണസമിതി അംഗങ്ങളായ AS മാത്യു ഐലുകുന്നൽ, ജോസ് കുന്നപ്പള്ളി, രാജു PM മണ്ണൂർ, ജോസ് വരയിൽ, ബെന്നി സ്റ്റീഫൻ ഐലുകുന്നൽ, ബേബി പനച്ചികൽ, ഗോപി KG, KM മാത്യു എന്നിവരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മാൻ മുണ്ടകൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MK രാധാകൃഷ്ണൻ, ഖാദി ബോർഡ് മെമ്പർ സാജൻ തൊടുക, നവഭാരത് ക്ലബ് പ്രസിഡന്റ് NR ബാബു നടപ്പുറകിൽ, AS ഷാജി എലിക്കുളം, പഞ്ചായത്ത് മെമ്പർമാരായ മാത്യൂസ് മാത്യു, പെരുമനങ്ങാട്ട് സിൽവി വിൽസൺ, ആശാമൾ റോയ്, ക്ലബ് സെക്രട്ടറി ജസ്റ്റിൻ ജോർജ് മണ്ഡപത്തിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗാനമേളയും അരങ്ങേറി.